ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവവചനം അത് ജീവനുള്ള വചനമാണ്. അത് ജീവൻ നൽകുന്നതാണ്, സമൃദ്ധിയായ ജീവൻ നൽകുന്നതാണ്. ദൈവവചനത്തിൻ്റെ പഠനം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, കേവലം അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും അർത്ഥവത്തായ പദപ്രയോഗം എന്ന് പറയുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക. എന്തിനാണ് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുന്നത് എന്ന് ചോദിച്ചാൽ, എന്തിനാണ്? ആ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരേണ്ടതിനു വേണ്ടിയാണ്. ഇന്ന് ചില വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ലേഖനം എഴുതുന്നതായിട്ടുള്ള ആളുകൾ അവരെ അഭിസംബോധന ചെയ്യുന്നതായ ഒരു പ്രത്യേക പദപ്രയോഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഈ ദിവസം ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില ലേഖനങ്ങളുടെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. ഇപ്പോൾ ഇത് ആർക്കാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്, വിശുദ്ധന്മാരായിരിക്കുന്നവർക്ക്. അതിൻ്റെ തുടക്കത്തിൽ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. അപ്പോൾ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നതിന് ആ വാക്യത്തിൽ 2 കാലത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ അത് ഭൂതകാലത്തിലാണ്, പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. അവരെ വിശുദ്ധീകരിക്കപ്പെട്ടു. പിന്നെ വിശുദ്ധന്മാർക്ക് എന്ന് പറയുമ്പോൾ അവർ വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമല്ല, അവരിപ്പോഴും ഒരു വിശുദ്ധ ജീവിതമാണ് അവർ നയിക്കുന്നത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിലെ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. അവിടെയും ആർക്കാണ് എഴുതുന്നത്? വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്. എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അവിടെയും ആരാണ് വായനക്കാർ? വിശുദ്ധന്മാരാണ്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയയിൽ ക്രിസ്തുവേശുവിൽ സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നു. അവിടെയും ഒരു വാക്കുണ്ട്, എന്താണ്? വിശുദ്ധന്മാർ. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. ഫിലേമോൻ ലേഖനം എഴുതുമ്പോൾ, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. അപ്പോൾ ദൈവസഭയിലെ അംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യുന്നതായിട്ടുള്ള പദം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിശുദ്ധന്മാരെന്നാണ്. ചില പൗരോഹിത്യ സഭകളിലൊക്കെ അങ്ങനെ സഭയിലെ എല്ലാവരെയും വിശുദ്ധന്മാരായിട്ടൊന്നും ആരും കണക്കാക്കുന്നില്ല. അൽമായർ, പുരോഹിതന്മാർ, പിന്നെ പുരോഹിത ശ്രേഷ്ഠന്മാരങ്ങനെ പല തലങ്ങളിലുള്ളതായ ആളുകൾ അങ്ങനെയൊക്കെയുള്ളൂ. പിന്നെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുകയും അവരുടെ മധ്യസ്ഥം
അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് പൗരോഹിത്യ സഭകളിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി, ചിലരെ മാത്രം പ്രഖ്യാപിക്കുന്നതായിട്ടുള്ളൊരു പരിപാടി ദൈവവചനത്തിലില്ല. പ്രത്യേകിച്ച് കൊരിന്തിലുള്ള സഭയ്ക്ക് എഴുതുന്ന 2 ലേഖനത്തിലും കൊരിന്തിലെ സഭയെക്കുറിച്ചുള്ളതായിട്ടുള്ള ഒത്തിരി പരാതികളും പരിഭവങ്ങളും അവരുടെ ജീവിതത്തിലെ തെറ്റുകളും ഒക്കെ നമുക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ അവരെയും വിളിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധന്മാരെന്നാണ്. നമ്മുടെ ബാബു സഹോദരൻ യൂദായുടെ ലേഖനം എടുത്തപ്പോൾ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളോട് കഴിഞ്ഞ ആഴ്ച പറയുകയും ചെയ്തിരുന്നു. ശരി, അപ്പം നമ്മളെല്ലാവരും ആയിരിക്കണം? വിശുദ്ധന്മാരായിരിക്കണം. വിശുദ്ധന്മാരാണോ? ആണോ? എന്താ അതെ, പറയാൻ ശബ്ദം പൊങ്ങുന്നില്ല. ആയിരിക്കണം എന്ന് പറഞ്ഞപ്പം അല്ലെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അതിന് നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ആണോ എന്ന് ചോദിച്ചപ്പം എല്ലാവരുടെയും സ്വരം പതുക്കെ താന്നു. കാരണം പറയാനൊരു ധൈര്യക്കുറവുണ്ട്. ആണോ? വിശുദ്ധന്മാരാണോ? ആണ് അല്ലേ? ഇനി നമ്മുടെ ക്ലാസ് കഴിയുമ്പം അല്ല എന്നുള്ള തോന്നൽ വരാൻ പാടില്ല. വിശുദ്ധന്മാരാണോ എന്നുള്ളതാണ് നാം ഇന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ കൊരിന്തിലെ വിശ്വാസികളിൽ അശുദ്ധിയൊക്കെ പലരിലും ഉണ്ടായിരുന്നു. എങ്കിലും അവരെ വിശുദ്ധന്മാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിലുള്ള അശുദ്ധിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള കുറവുകളുടെയോ അടിസ്ഥാനത്തിലല്ല വിശ്വാസികളെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്, അല്ലേ? അങ്ങനെ കുറവുകളില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യനും, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ കുറവുകളില്ലാത്തവരായിട്ട് ആരും ജീവിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ കുറവുകൾ എന്നൊക്കെ പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന 3-4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? വ്യഭിചാരം, മോഷണം, കൊലപാതകം, മദ്യപാനം, പുകവലി, അല്ലേ? തീർന്നില്ലേ? ആ പട്ടിക തീർന്നോ? അത് തീർന്നു, അത്രയേ ഉള്ളൂ. ഇത്രയും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വീകാര്യരാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാക്ഷ്യം പോകും എന്നാണ്, അല്ലേ? സമൂഹത്തിൽ സാക്ഷ്യത്തോടു കൂടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഇതിനപ്പുറത്തേക്ക് നമ്മളുടെ വിശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ കാഴ്ചപ്പാടുകൾ നീണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വിശുദ്ധന്മാരാണോ? ആണ് എന്ന് നിങ്ങൾ പലരും പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. എന്താണ് ദൈവവചനത്തിൽ ദൈവസഭയിലെ ആളുകളെ വിശുദ്ധന്മാർ എന്ന് വിളിച്ചിരിക്കുന്നതിൻ്റേതായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്? പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാരെന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പല തലങ്ങളിലുണ്ട് എന്ന് നമ്മൾ ചില മാസങ്ങൾക്ക് മുമ്പ് പഠിക്കുകയുണ്ടായി. 3 തലങ്ങളെക്കുറിച്ച് നമ്മളത് ചിന്തിച്ചിരുന്നു. എന്നാൽ വിശുദ്ധന്മാർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. അത് മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല, വസ്തുക്കളെക്കുറിച്ച് പോലും വിശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ, ഉപകരണങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക പരിപാടികൾക്കായിട്ട് മാറ്റിവെക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥം. മനസ്സിലായോ? അല്ലേ? പ്രാഥമികമായിട്ടുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നത് അത് രക്ഷിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദമാണ് പാപം വിട്ടൊഴിഞ്ഞിരിക്കുക.
പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുമൊക്കെ വിട്ട് ദൈവഭക്ഷത്തേക്ക് വരുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നതിന് വേണ്ടി നാം വേർതിരിച്ച് നമ്മെ തന്നെ മാറ്റി ദൈവേഷ്ടം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വിശുദ്ധന്മാരാണ്. എന്താണ്? ഒരു പാപവും ഇല്ലാത്തവരല്ല. പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്താണ് പാപം എന്ന് പറയുന്നത്? നമ്മൾ കൽപ്പനകളുടെ ലംഘനത്തെക്കുറിച്ചാണ്. നമ്മൾ സാധാരണഗതിയിൽ പാപം എന്ന് പറയുമ്പോൾ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് പാപമാണെന്ന് നമ്മൾ പറയും. എന്നാൽ പാപത്തെ സംബന്ധിച്ച് ദൈവവചനത്തിലെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാത്തത് പാപമാകുന്നു. അപ്പോൾ ഈ നിലയിലുള്ള പാപങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ഇല്ല. പക്ഷേ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് മാറ്റി വയ്ക്കപ്പെട്ട ആളുകളാണ് വിശുദ്ധന്മാർ. അപ്പോൾ നാം വിശുദ്ധന്മാരാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരേയൊരു കാര്യമെന്ന് പറയുന്നത് നാം ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് ചെയ്യുന്നവരാണോ എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. അല്ലേ ബാബുസഹോദര? അതെ, ബാബുസഹോദരനൊക്കെ അതിനോട് യോജിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാർ ആണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവേഷം ചെയ്യുക എന്നുള്ളതാണോ? അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, മനുഷ്യരുടേതായിട്ടുള്ള ഒരു മോഹങ്ങൾക്കുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നാം വിശുദ്ധന്മാരാണ്. നാം വിശുദ്ധന്മാരാണോ? എൻ്റെ അടുത്ത ചോദ്യം. അയ്യോ, ഒരു ശബ്ദവും വരുന്നില്ല. ഒരിടത്തു നിന്നും ഒരു ശബ്ദവും വരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവവചനം നമ്മെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവിക കാര്യങ്ങൾക്കായിട്ട് നാം സമർപ്പിച്ച് വേർതിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വിളിക്കുന്നതായിട്ടുള്ള പേരാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. അപ്പോൾ കൂടിരഞ്ഞി കൂമ്പാറ ബസാർ കൽപ്പിനിയിൽ ഉള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം ആർക്കെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുമോ? പെട്ടെന്ന് എല്ലാവരുടെയും ശബ്ദമടഞ്ഞു പോയല്ലോ അല്ലേ? ആർക്കും ഒന്നും മിണ്ടാനില്ല. നാം ദൈവേഷം ചെയ്യുന്നതിന് വേണ്ടി എന്നെ തന്നെ ഞാൻ വേർതിരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് പറയുന്നത് ദൈവത്തിന് ഈ ലോകത്തിൽ എന്തെല്ലാം ഇഷ്ടമുണ്ടോ, ദൈവത്തിന് എന്നെക്കുറിച്ച് ഈ ലോകത്തിൽ എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വേർതിരിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധയാണ്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ച് ദൈവിക പരിപാടി എന്ന് പറയുന്നത് നമ്മെ പൂർണ്ണമായും ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതം എഫെസോസിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയാം, നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിച്ച് അത് ചെയ്യണമെന്നാണ്. കാരണം എന്താ?
കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടം ചെയ്യാനായിട്ട് പ്രത്യേകമായി വേർതിരിച്ച് വെച്ചിട്ടുള്ള ആളുകളാണ് വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആളുകളാണോ? കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് ഒരവകാശവുമില്ല. എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്കൊരവകാശവുമില്ല. കർത്താവിന് വേണ്ടി ജീവിക്കാൻ മാത്രം ഉള്ള അവകാശമേ നമുക്ക് ഉള്ളൂ. കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് അതല്ലേ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് തിന്നുകയും കുടിക്കുകയും ഒക്കെ ഉണ്ടവിടെ. അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം, അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലാതെ സംസാരിക്കുവാനോ ചെയ്യുവാനോ കഴിയാത്ത ഒരു കാര്യവും നമ്മളുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടില്ല. നമ്മുടെ വാക്കുകളൊക്കെ വാക്കിനാലോ ക്രിയയാലോ അല്ലേ, വാക്കും ക്രിയയും അതിനകത്ത് വരും. നമ്മുടെ വാക്കുകൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയാനായിട്ട് കഴിയുമോ? നമ്മളെ പ്രവൃത്തികളെല്ലാം ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറയാൻ കഴിയുമോ? നാം വിശുദ്ധന്മാരാണെങ്കിൽ, നാം വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ കഴിയാത്തതായ ഒരു കാര്യവും ഈ ലോകത്തിൽ നമുക്ക് അനുവദിച്ചിട്ടില്ല. അതാണ് വിശുദ്ധന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് എൻ്റെ കർത്താവിന് പ്രസാദമായ കാര്യം എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാം. പരിശോധിക്കുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ ദൈവവചനം വായിക്കുകയും ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ലക്ഷ്യം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന്, എന്നെ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കിത് മനസ്സിലാക്കി അതെനിക്ക് ചെയ്യണം. ഇതാണ് ദൈവവചന പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവവചന പഠനം കൊണ്ട്, സന്ദേശങ്ങൾ കേൾക്കുകയോ ബൈബിൾ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. ഈ കർത്താവിൻ്റെ ഇഷ്ടം എന്ത് എന്ന് അന്വേഷിച്ച് പരിശോധിച്ച് ചെയ്യാതെ കർത്താവിനെ ആരാധിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ഒത്തിരി ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ സഭയിലും പുറത്തുമൊക്കെ ചെയ്തതായ ധാരാളം ആളുകൾ അവസാനം കർത്താവിൻ്റെ അടുക്കൽ ചെല്ലും. അപ്പോൾ കർത്താവ് അവരോട് എന്താ പറയുക? എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ആ നാളിൽ പലരും വന്ന് എൻ്റെ അടുക്കൽ എന്തു പറയും? ഞങ്ങൾ ഒത്തിരി ആത്മീക ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആത്മീക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കർത്താവെ അങ്ങ് പരിഗണിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം, അതൊന്നും ഇപ്പോൾ പരിഗണനയിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് ദൈവം നമ്മെ അറിയുന്നത്? ആ ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. എപ്പോഴാണ് ദൈവം നമ്മെ അറിയുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, ദൈവേഷ്ടത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി മാത്രം നമ്മെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നാം പോകുമ്പോൾ ദൈവം നമ്മെ അറിയുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം വിശുദ്ധന്മാരാണോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം അതെ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു സമ്പൂർണ്ണ മൗനമായിരുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ദൈവം നമ്മളെ അറിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം.
ഇല്ലേ? നമ്മൾ ദൈവവചന പഠനത്തിലൂടെ ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചു. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം. ദൈവത്തെ അറിയാമോ? ദൈവത്തെ അറിയുന്നതും ദൈവത്തെക്കുറിച്ച് അറിയുന്നതും രണ്ടും രണ്ടാണ്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൊരു അനുഭവമായി അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് അതിൽ തന്നെ പ്രത്യേകിച്ച് വലിയ നന്മയൊന്നും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ദൈവം നമ്മെ അറിയുന്നില്ല എങ്കിൽ, ദൈവം നമ്മെ അറിയുന്ന അറിവ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ച് ഭയങ്കര അഭിമാനമുണ്ടല്ലേ? എന്തൊക്കെയാണ് അഭിമാനം? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നല്ല വചനപഠനമുണ്ട്, പിന്നെ സഭ നല്ല സഭ, വഴക്കും പിണക്കവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും തമ്മിൽ നല്ല കൂട്ടായ്മയാണ്, ഒരുക്കമാണ്, ഒറ്റക്കെട്ടാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് നമ്മളതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, 1% പോലും അഭിമാനിക്കാനായിട്ട് നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ നമുക്ക് അവകാശമില്ല, സാധ്യതയില്ല. ഞായറാഴ്ചത്തെ സഭായോഗത്തെ കേന്ദ്രീകരിച്ചും 8 മണിക്കത്തെ ബൈബിൾ ക്ലാസ്സിനെ കേന്ദ്രീകരിച്ചുമാണ് നമ്മുടെ സഭാജീവിതത്തെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം നല്ലതായി കണക്കാക്കുന്നതെങ്കിൽ നാം എത്രയോ പിറകിലാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ടവരാണ് എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ അന്ത്യകൽപ്പന, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞതായിട്ടുള്ള ചില വാക്കുകളെ വായിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ. യേശു അടുത്തുചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്നരുളി ചെയ്തു. അപ്പം ഈ കൽപ്പന ആർക്കുള്ളതാ? ശിഷ്യന്മാർക്കുള്ളതാ, അല്ലേ? ശിഷ്യരാക്കാനുള്ള കൽപ്പന ആർക്കാ ദൈവം കൊടുത്തേ? ശിഷ്യന്മാർക്കാണ്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മെ സമ്പൂർണ്ണമായി വിശുദ്ധന്മാർ, അല്ലേ? അത് വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാർക്ക് മാത്രമേ ശിഷ്യന്മാരാകുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ വിശുദ്ധന്മാരല്ല എങ്കിൽ, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് സ്വന്തം ഇഷ്ടങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളും എല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നാം നമ്മെ തന്നെ വേർതിരിച്ച് ദൈവേഷം എന്തായെന്ന് പരിശോധിച്ച് അത് ചെയ്യുന്നവരായിട്ട് നാം ഇരിക്കുന്നില്ല എങ്കിൽ ഈ കൽപ്പന നമുക്ക് ബാധകമല്ല. ബാധകമാണോ? ആണോ? അല്ല. അപ്പോൾ ഈ കൽപ്പന ബാധകമാകണമെങ്കിൽ പോലും നാം കർത്താവിൻ്റെ വഴിയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ 19-ാമത്തെ വാക്യത്തെ പരിശോധിച്ചാൽ അവിടെ 4 ക്രിയാപദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 4 ക്രിയാപദങ്ങൾ. എന്തൊക്കെയാണ് ക്രിയാപദങ്ങൾ? 4 എണ്ണം. പുറപ്പെടുക, പുറപ്പെട്ട്, അല്ലേ? പുറപ്പെടുക എന്നുള്ളത് ഒരു ക്രിയാപദമാണ്. സ്നാനം കഴിപ്പിക്കുക, ബാപ്റ്റൈസ്, സ്നാനം കഴിപ്പിക്കുക എന്ന് പറയുന്നത് 2ാമത്തെ ക്രിയാപദമാണ്. പിന്നെ ഉപദേശിക്കുക എന്ന് പറയുന്നത് 3ാമത്തെ ക്രിയാപദമാണ്. ശിഷ്യരാക്കുക എന്ന് പറയുന്നത് 4ാമത്തെ ക്രിയാപദമാണ്. ഇതിനകത്ത് 3 അപൂർണ ക്രിയകളും ഒരു പൂർണ്ണ ക്രിയയുമുണ്ട്. ഇതൊക്കെ മലയാളം ഭാഷയാണ്, മലയാളികളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് അപൂർണ ക്രിയയും പൂർണ്ണക്രിയയും? അപൂർണ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. വാക്ക് തന്നെ അതിനകത്ത് ഉണ്ട്. ഇവിടെ ഈ അപൂർണ ക്രിയകൾ, പുറപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂർത്തി വന്നതല്ല, അല്ലേ? പുറപ്പെട്ട് ഉപദേശിച്ചുകൊണ്ട്, സ്നാനം കഴിപ്പിച്ച് എന്നൊക്കെ പറയുന്നത് അപൂർണ ക്രിയകളാണ്. ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്നത് പൂർണ്ണക്രിയയാണ്. അപ്പോൾ ശിഷ്യരാക്കി ഒരു മനുഷ്യരെ തീർക്കണമെങ്കിൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള
കാര്യങ്ങളാണ്, 3 അപൂർണ ക്രിയകളിലൂടെ ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം, നിങ്ങൾ ഉപദേശിക്കണം, അങ്ങനെ നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കണം. ഇതാർക്കുള്ള കൽപ്പനയാണെന്നാണ് ഞാൻ പറഞ്ഞത്? ശിഷ്യന്മാർക്കുള്ള കൽപ്പനയാണ്. ശിഷ്യന്മാരാരായിരിക്കണം? വിശുദ്ധന്മാരായിരിക്കണം. വിശുദ്ധന്മാരാരാണ്? നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവേഷ്ടം വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അല്ലല്ലോ കേട്ടോ. അങ്ങനെ ഒരു പരിപാടി ദൈവമക്കളെ സംബന്ധിച്ചില്ല. അതായത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ അങ്ങ് ജീവിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ദൈവദിനം വായിക്കുക, പഠിക്കുക, കുറച്ച് നേരം പ്രാർത്ഥിക്കുക, പിന്നെ സഭായോഗങ്ങളിലൊക്കെ പങ്കെടുക്കണം, അല്ലേ? സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് വചനമുണ്ട്. അതുകൊണ്ട് സഭായോഗങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ പോയി അവിടെ ഇരുന്ന് കൊടുക്കാം. അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ഇരുന്ന് കൊടുക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം. പിന്നെ ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം ആരുടെ ഇഷ്ടം? അതൊക്കെ എൻ്റെ ഇഷ്ടം. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തെ ഒന്നുകൂടെ ഒന്ന് തിരുത്തി ചോദിക്കട്ടെ. മനുഷ്യപുത്രൻ കൽപ്പനയിൽ വന്നാൽ കൽപ്പന സഭയിൽ വിശ്വാസം കണ്ടെത്തുമോ? എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇത് പലരും ഇരുന്നൊരു പക്ഷേ ഇത് പല ദേശത്തിരുന്ന് കേൾക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ പിന്നീടും കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഇല്ലാത്തതൊന്നും നമുക്ക് ഉണ്ടെന്ന് നടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നമ്മൾ മാനസാന്തരപ്പെടേണ്ടടുത്ത് നമ്മൾ മാനസാന്തരപ്പെടാനുള്ള കാലഘട്ടമാണിത്. പത്രോസിൻ്റെ ലേഖനത്തിൽ കർത്താവിൻ്റെ വരവിന് താമസം എന്താണെന്നുള്ള ചോദ്യത്തിന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? ആരും നശിച്ചു പോകാതെ. വിശ്വാസികൾക്ക് എഴുതുന്നതാണ് കേട്ടോ, വിശ്വാസികളെന്ന് പറയുന്നവർക്ക് എഴുതുന്നതാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന് വെച്ച് തൻ്റെ ദൈവകർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്താണ് എന്ന് നാം ഇനിയും പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. നാം പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുണ്ടായിരുന്നതായിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ, നാം ജീവിച്ചു കൊള്ളുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നാം ഒരുപക്ഷെ അംഗങ്ങളായിരുന്ന പഴയ സഭയിൽ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് ഒരു ക്രിസ്തീയ ജീവിതം എന്താണ് എന്നുള്ളത് ഒരു വഴി നമ്മൾ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ വഴി നമ്മൾ ഉണ്ടാക്കിയതായ നമ്മളുടെ കാഴ്ചപ്പാടുകളും പരിചയങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും വെച്ച് നമ്മൾ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു വഴിയെ നമ്മൾ സഞ്ചരിച്ചിട്ട് നമ്മൾ എന്തു പറയുന്നു? ഞാൻ ക്രിസ്തീയ ജീവിതമാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ശേഷമല്ല. അങ്ങനെ ഒരു വഴി നമുക്ക് വെട്ടി തുറക്കുവാനായിട്ട് കഴിയില്ല. കർത്താവ് തെളിച്ചതായ, കർത്താവ് വെട്ടിയതായിട്ടുള്ളൊരു വഴിയിലൂടെ അല്ലാതെ നമുക്ക് മുമ്പോട്ട് സഞ്ചരിച്ചാൽ നമ്മളുടെ അവസാനം എന്ന് പറയുന്നത് ശുഭമായിരിക്കില്ല. എന്നാൽ ഇത്രയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു കാൽവിനിസ്റ്റ് സഭയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, പിന്നെ വേറെ യാതൊരു വിഷയവുമില്ല, നിങ്ങൾ നിശ്ചയമായും സ്വർഗത്തിലെത്തിയിരിക്കും എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. വചനത്തിൽ അങ്ങനെയുള്ള ഒരു സൂചന പോലുമില്ല. അങ്ങനെ വിശുദ്ധന്മാരായി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വീഴ്ചകളും പാളിച്ചകളും ഒക്കെ വരും. അത് യഥാസ്ഥാനപ്പെട്ട് അവർ മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം ജീവനെ രക്ഷിക്കുന്ന, സ്വന്തം വഴിക്ക് നീങ്ങുന്നതായിട്ടുള്ള ഒരാൾ പോലും ദൈവിക പരിപാടിയിലുള്ളവരുമല്ല. അങ്ങനെയുള്ള ആരെയും ദൈവം അറിഞ്ഞിട്ടുമില്ല, അറിയുന്നുമില്ല, ഇന്നും അറിയുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി സമർപ്പിച്ചും ദൈവേഷം ചെയ്യുന്ന ഒരു വഴിയിലുമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ദൈവം എന്നെ അറിയുന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെയാണോ? ശരി, നമുക്ക് അന്ത്യകൽപ്പനയിലേക്ക് വരാം. അവിടെ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്.
അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ഒത്തിരി കാര്യങ്ങൾ കൽപ്പിച്ചു അല്ലേ. 3.5 വർഷം കൂടെ നടത്തി പഠിപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ് ശേഷം 40 നാളോളം പല അവസരങ്ങളിൽ അവർക്ക് പ്രത്യക്ഷരായി അവരുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിച്ചു കൊടുത്തു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം, അവൻ വരുമ്പോൾ നിങ്ങളെ സകല കാര്യങ്ങളും ഓർമ്മിപ്പിക്കും അല്ലേ. ഉപദേശിക്കുമെന്നുമുണ്ട്, ഓർമ്മിപ്പിക്കും. അത് രണ്ടും ഞാൻ വിചാരിക്കുന്നു ഒരേ ഉദ്ദേശത്തോടു കൂടി എഴുതിയിരിക്കുന്ന 2 വാക്കുകളാണ്. അവൻ നിന്നെ ഓർമ്മിപ്പിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പിച്ച 3.5 വർഷം പഠിപ്പിച്ചത് അവർക്ക് ഒരു പക്ഷേ മുഴുവൻ ഓർമ്മയുണ്ടാകുകയില്ല. ആ ഓർമ്മ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് കർത്താവ് ഇങ്ങനെയൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളവരെ ഓർമ്മപ്പെടുത്തി. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശിഷ്യന്മാരാക്കുന്നതിന് അവരെ പഠിപ്പിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി, പിന്നെ അങ്ങ് സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ. അങ്ങനെ പറയുന്ന ഒത്തിരി ആളുകൾ ലോകത്തുണ്ട്. സ്നാനപ്പെടുകയേ വേണ്ട, കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. പിന്നെ സ്നാനപ്പെടുകയും കൂടെ ചെയ്താൽ പിന്നെ കഴിഞ്ഞു, ഭയങ്കര വൃത്തിയായി, പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. അങ്ങനെയാണോ പഠിപ്പിച്ചത്? ഇവിടെ എന്താ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും അല്ലേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും. അപ്പോൾ എത്ര കാര്യം നമുക്ക് അതിനകത്ത് ഒഴിവാക്കാൻ പറ്റും? ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരു ഞെടുക്കം, ഒരു ഭയം ഹൃദയത്തിലുണ്ടോ? വന്നിട്ടുണ്ടോ? നിനവേയിലെ ആളുകളോട് യോന പോയി പ്രസംഗിച്ചപ്പം അവരെന്താ ചെയ്തേ? രട്ടിലും വെണ്ണീറിലും കിടന്ന് അവർ മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, ലോകം എങ്ങനെയും പോയിക്കൊള്ളട്ടെ, ക്രിസ്തീയ ലോകം എങ്ങനെയും പോയിക്കൊള്ളട്ടെ, സഭകൾ എങ്ങനെയും പോയിക്കൊള്ളട്ടെ, രട്ടിലും വെണ്ണീറിലും കിടന്ന് മാനസാന്തരപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. ദൈവസന്നിധിയിൽ ഓരോരുത്തരും നിലവിളിച്ച്, നമ്മുടെ നഷ്ടമാക്കിയ കാലങ്ങളെ ഓർത്ത് നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് ദൈവേഷ്ടത്തിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളിവിടെ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. വെറുതെ ഞായറാഴ്ച വന്ന് 3-4 മണിക്കൂറും കളഞ്ഞ് എല്ലാ ദിവസവും ഒരു 3/4 മണിക്കൂറും കളയുന്നതിൽ ഒരർത്ഥവുമില്ല, യാതൊരു അർത്ഥവുമില്ല. മാനസാന്തരപ്പെടാതെയാണ് നാം ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ ഹൃദയം കഠിനപ്പെടുന്നു എന്നുള്ള ഒരു ഗൗരവമായിട്ടുള്ള അവസ്ഥ മാത്രമേ അതുകൊണ്ടുണ്ടാകുകയുള്ളൂ. അപ്പം നമുക്ക് മാനസാന്തരപ്പെടണ്ടേ? വേണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ ജീവിതം. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ വചനത്തിലുണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ സഭയിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ സമൂഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ സമൂഹത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മത്തായി എഴുതിയ സുവിശേഷം അന്ത്യകൽപ്പന എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടത്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ആളുകളായിരിക്കണം? നമ്മൾ ശിഷ്യന്മാരായിരിക്കണം. നമ്മൾ അനുഭവിക്കാത്തതായിട്ടുള്ള സന്തോഷം ലോകത്തോട് ദൈവം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകും എന്ന് പ്രസംഗിക്കാനായിട്ട് കഴിയുമോ? നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കുന്നില്ല, എപ്പോഴും പരാതിയും പെറുവെറുപ്പുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഏത് സന്തോഷത്തെയാണ് പോയി ലോകത്തോട് പ്രസംഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സത്യവുമില്ല, നമ്മുടെ ജീവിതത്തിൽ നീതിയുമില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അങ്ങനെ ചഞ്ചലിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഏത് നീതിയെക്കുറിച്ചാണ്, ഏത് സത്യത്തെക്കുറിച്ചാണ് ലോകത്തോട് പ്രസംഗിക്കാൻ പറ്റുന്നത്?
പ്രിയമുള്ളവരെ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്തിന് കേവലം കർത്താവെ എന്നർത്ഥമില്ലാതെ വിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ കാലത്തിനൊരു അന്ത്യം വരികയും കർത്താവെ എന്നർത്ഥമായി വിളിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തല്ല നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യവുമില്ല. അതിനുശേഷം കർത്താവെ എന്ന് വിളിച്ച് നമ്മൾ സ്തുതി സ്തോത്രങ്ങളൊക്കെ നല്ല ഒച്ചയിലൊക്കെ ചെയ്യുന്നു. മൈക്കുണ്ട്, എല്ലാം പബ്ലിഷ് ചെയ്യുന്നു, ലോകം മുഴുവൻ കേൾക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവ് പറയുക, എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ആ സാഹചര്യം നിങ്ങൾ ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലോകത്തിലെ നമ്മുടെ ആയുസ്സൊക്കെ കഴിഞ്ഞു, ജീവിച്ചു, മരിച്ചു, അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് കർത്താവ് വന്നു. കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മളങ്ങനെ കർത്താവിനെ നോക്കി നിൽക്കുന്നു. നമുക്കായിട്ട് ഒരു വാതിൽ അവിടെ തുറക്കപ്പെടുന്നില്ല. നമ്മൾ വിചാരിച്ചു എൻ്റെ ഊഴം വരുന്നതേ ഉള്ളൂ, അടുത്തത് ഞാനായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അവിടെ കാത്തിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ പരിഗണിക്കാത്ത, നമ്മുടെ പരിഗണനയിൽ ഒരിക്കലും വരാത്ത ഒത്തിരി ആളുകൾ അതിലേക്ക് കടന്നുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളുടെ ഊഴം വരുന്നുണ്ട്. അവസാനം വാതിൽ അടച്ചു, അല്ലേ? കഥ കടച്ചു എന്നാണ് പറയണത്. കഥ കടച്ചു. കഥ കടച്ചപ്പോൾ നമുക്കൊരു പരിഭ്രാന്തി വരിക. അയ്യോ, ഞാൻ അകത്ത് കയറിയില്ലല്ലോ, എന്നെ കയറ്റുകയല്ലേ, എനിക്ക് പ്രവേശനമില്ലേ? അപ്പം നമ്മളോട് കർത്താവോട് ചോദിക്കുക, അയ്യോ എൻ്റെ കാര്യം, ഞങ്ങളുടെ കാര്യം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, വാതിലടച്ചു. അപ്പം ഞങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസമോ, ഞങ്ങൾ ഏറ്റുപറഞ്ഞ രക്ഷയോ, ഞങ്ങൾ സംബന്ധിച്ചതായിട്ടുള്ള സഭായോഗങ്ങളോ, ഞങ്ങൾ പഠിപ്പിച്ചും പോകുന്നതായിട്ടുള്ള ദൈവവചനങ്ങളോ, ഞങ്ങൾ ചെയ്തതായിട്ടുള്ള സൽപ്രവൃത്തികളോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ തീയിലൂടെ കടത്തി വിട്ടപ്പോൾ പ്രവൃത്തികളൊന്നുമില്ല. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എൻ്റെ മുമ്പാകെ കറപുരണ്ട തുണി പോലെയായിരുന്നു, അത് ഞാൻ കണ്ടതേയില്ല. കറപുരണ്ട തുണിയൊന്നും എൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമില്ലാത്തതാണ്. പിന്നെ നിങ്ങൾ ചെയ്തു എന്ന് പറയുന്ന പ്രവൃത്തി എങ്ങനെയാണ് എനിക്ക് സ്വീകാര്യമാവുക? നിങ്ങൾ ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആളുകളായിരുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതമല്ലേ ജീവിച്ചേ? നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ച ജീവിതമല്ലേ അതായിരുന്നല്ലോ. ആദം ഹവ്വമാർ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ ജീവിച്ചു. അവരുടെ താല്പര്യം അതായിരുന്നു അവിടെ വന്ന പാപം. അതേ പാപമല്ലേ നിങ്ങളും തുടർന്നു വന്നത്? നിങ്ങൾ കർത്താവേ കർത്താവേ എന്നൊക്കെ വിളിച്ചു. നിങ്ങൾ ഒത്തിരി ഒച്ചപ്പാടും ബഹളവും ഒക്കെ അങ്ങനെ സഭാഹോളിലിരുന്നുണ്ടാക്കി. പക്ഷേ അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയമായിട്ടുള്ളൊരൊറ്റ കാര്യമുള്ളൂ. എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്തില്ല. നിങ്ങളൊത്തിരി പ്രാർത്ഥിച്ചു, നിങ്ങളൊത്തിരി ഉപവസിച്ചു, നിങ്ങൾ സഭായോഗങ്ങളിൽ പങ്കെടുത്തു, നിങ്ങളെല്ലാം ചെയ്തു. പക്ഷെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആളുകളെ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, പിന്നെ മാനസാന്തരപ്പെടാൻ നമുക്ക് വഴിയില്ല, തിരുത്താൻ നമുക്ക് വഴിയില്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ഒരുപക്ഷെ അടുത്ത നിമിഷം കർത്താവ് വന്നില്ലെങ്കിൽ, ഈ ദിവസം ഇന്ന് രാത്രി കർത്താവ് വരാൻ താമസിച്ചാൽ ഇന്ന് രാത്രി വരെ നമുക്ക് സമയമുണ്ട് മാനസാന്തരപ്പെടാനും ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുവാനും.
അന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കും, അന്നൊരു പക്ഷേ നമ്മുടെ മുമ്പിലൂടെ ഇന്ന് നാം കേൾക്കുന്നതായിട്ടുള്ള ഈ സന്ദേശത്തിൻ്റെ ഓർമ്മ വരും. അയ്യോ, അന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതായിരുന്നല്ലോ വചനത്തിൽ നിന്ന്. അന്ന് അതിനോട് പ്രതികരിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ ധാരാളം സന്ദേശങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കേട്ടതായിരുന്നല്ലോ, അതൊന്നും ഞങ്ങളുടെ വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തിയതേ ഉണ്ടായിരുന്നുള്ളല്ലോ. ഒരു നിമിഷം, ഒരവസരം കൂടി കർത്താവെ തരാമോ എന്ന് നമ്മൾ നിലവിളിക്കും. അവിടെ കർത്താവ് പറയും, ഇല്ല, കഴിഞ്ഞു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും, പിന്നെ സമയമില്ല, പിന്നെ ഒരു സമയമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്ത് താൽക്കാലികമായിട്ടുള്ള ധാരാളം നഷ്ടങ്ങളുണ്ടാകാം. ആരോഗ്യം നഷ്ടപ്പെടാം, ധനം നഷ്ടപ്പെടാം, സൗന്ദര്യം നഷ്ടപ്പെടാം, ബന്ധുജനങ്ങൾ നഷ്ടപ്പെടാം. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള നഷ്ടങ്ങളാണ്. എന്നാൽ നിത്യമായ ഒരു നഷ്ടമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നിന്നുള്ളതായ വേർപാട്, അത് നിത്യമാണ്. ഒരു പൊരുത്തൽപ്പെടലുകളും പിന്നെയില്ല, ശുദ്ധീകരണ സ്ഥലമൊന്നുമില്ല, ഒരു പ്രതീക്ഷയ്ക്കും പിന്നെ വകയില്ല. നമുക്ക് വിശുദ്ധന്മാരായി ജീവിക്കണ്ടേ? ദൈവേഷത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട ആളുകളായി നമുക്ക് തീരണ്ടേ? ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പരിപാടി എന്നീ ലോകത്തിൽ ദൈവത്തിൻ്റെ സഭ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കുന്നവരാണോ? എൻ്റെ സഭ, എൻ്റെ കർത്താവിൻ്റെ സഭ, എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ മക്കളും എന്ന് നമ്മുടെ സഭയിലെ അംഗങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളുടെ സഭയോടുള്ള സ്നേഹം എങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാം വെളിപ്പെടുത്തിയിട്ടുള്ളത്? എത്രയേറെ വചനം നാം പഠിച്ചു. ഒരൽപ്പം പുറകോട്ട് ചിന്തിച്ച് ഒന്ന് നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ 2024-25 1.5 വർഷം എടുത്ത് നോക്കിയാൽ, പരിശോധിച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു പരാജയത്തെ, ഒരു വീഴ്ചയെ, ഒരു തെറ്റായ ശീലത്തെ ഞാൻ തിരുത്തിയിട്ടുണ്ടോ, മാറ്റിയിട്ടുണ്ടോ? അല്ല, ഒരു 5 വർഷം പുറകോട്ട് ചിന്തിച്ചേ, എത്രത്തോളം നമ്മളിൽ ഒരു മാറ്റം വന്നു? മാറ്റം ശരിയായിട്ടുള്ള നിലയിൽ വന്ന ഏതെങ്കിലും ഒരു മേഖല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും എന്നാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. ഞാൻ നിങ്ങളോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നത്, കർത്താവ് ആ ഒക്കെയും ഒന്നും മാറ്റിയിട്ട് ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിയ ഒരു കാര്യം, ഒക്കെയും അവിടെ കിടക്കട്ടെ. അത് വന്നിട്ടില്ലെങ്കിൽ